നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രീവിയസ് ഇയർ LDC ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏതാണ്? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, തെങ്ങാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മരം എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ചണ്ഡീഗഡ് ആണ്. മൂന്നാമത്തെ ചോദ്യം, ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ഗ്രാമസഭയാണ്. നാലാമത്തെ ചോദ്യം, സ്ത്രീധന നിരോധന നിയമം പാസാക്കിയ വർഷം? സ്ത്രീധന നിരോധന നിയമം പാസാക്കുന്നത് 1961 അഞ്ചാമത്തെ ചോദ്യം, ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബിഹു. എവിടത്തെയാണ്? ആസാമിലെ നൃത്തരൂപമാണ്. ആറാമത്തെ ചോദ്യം, കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഏതാണ്? കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന നികുതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, വിൽപ്പന നികുതിയാണ്. ഏഴാമത്തെ ചോദ്യം, ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു നദി എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, താപ്തിയാണ്. എട്ടാമത്തെ ചോദ്യം, അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? അഷ്ടപ്രധാൻ എന്ന ഭരണസമിതി ആരുടെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ശിവജിയാണ് കറക്റ്റ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യം, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാനാണ് ഓപ്ഷൻ ഡി, കൻവർ സിംഗ്. പത്താമത്തെ ചോദ്യം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കിയ വർഷം? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാർലമെന്റ് പാസാക്കുന്നത് 2005 11ാമത്തെ ചോദ്യം, കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? കേരളത്തിന്റെ ആദ്യ വനിതാ ആഭ്യന്തര സെക്രട്ടറിയാണ് നിവേദിത പി ഹരൻ. 12ാമത്തെ ചോദ്യം, ജർമ്മനിയുടെ സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്കു വ്യവസായശാല? ജർമ്മനിയുടെ സഹായത്താൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്കു ശാലയാണ് റൂർക്കേല. 13ാമത്തെ ചോദ്യം, ജോലിക്ക് കൂലി ഭക്ഷണം? ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 5ാം പഞ്ചവത്സര കാലത്ത്. 14ാമത്തെ ചോദ്യം, പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏത് വർഷമാണ്? കസ്തൂരിരംഗൻ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന വർഷം 2013. 15ാമത്തെ ചോദ്യം, ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏത്? ത്രിതല പഞ്ചായത്തിൽ പെടാത്തതാണ് ഓപ്ഷൻ ഡി, താലൂക്ക്. ബാക്കി മൂന്നും ത്രിതല പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ്. 16ാമത്തെ ചോദ്യം, 2016 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ പുരുഷ ചാമ്പ്യന്മാർ ആരാണ്? അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ ടൈമിലുള്ള ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ വെസ്റ്റ് ഇൻഡീസ് ആണ്. അടുത്ത ചോദ്യം, വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിച്ചത് ആര്? വിധവകളുടെ വിദ്യാഭ്യാസത്തിനായി ശാരദാ സദൻ സ്ഥാപിക്കുന്നത് പണ്ഡിത രമാബായിയാണ്. അടുത്ത ചോദ്യം, നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വിവരാവകാശ നിയമമാണ്. അടുത്ത്, കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത്
57-ലാണെന്നറിയാം. കറക്റ്റ് ഡേറ്റ് ഓർത്ത് പഠിച്ചിരിക്കണം. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വരുന്നത് ഏപ്രിൽ 5-നാണ്. ഏപ്രിൽ 5, 1957. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ 4 മഹാനഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ പാതയാണ് സുവർണ ചതുഷ്കോണം. ഏതൊക്കെയാണ് ആ നഗരങ്ങൾ? അപ്പോൾ സുവർണ ചതുഷ്കോണത്തിൽ ഉൾപ്പെടുന്ന നഗരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സുവർണ ചതുഷ്കോണം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഭരണാധികാരി. ഇന്ത്യയിൽ ആദ്യമായി കമ്പോള പരിഷ്കരണം നടപ്പിലാക്കുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. കറക്റ്റ് ആൻസർ അലാവുദ്ദീൻ ഖിൽജി. അടുത്ത ചോദ്യം, ഇന്ദിര ആവാസ് യോജന ഈ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇന്ദിര ആവാസ് യോജന പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോൾ ഇന്ദിര ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് ദാരിദ്ര്യവുമായിട്ടാണ്. അടുത്ത ചോദ്യം, ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ജൂണോ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്. അടുത്ത ചോദ്യം നോക്കാം. ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത്? ഹിതപരിശോധനയിലൂടെ യൂറോപ്യൻ യൂണിയൻ വിട്ട രാജ്യമേത് എന്നാണ് ചോദ്യം. ബ്രിട്ടനാണ് ആൻസർ. അടുത്ത ചോദ്യം, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഫസൽ അലിയാണ്. അടുത്ത ചോദ്യം, ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായി ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റി നമ്മൾ എന്നാക്കിയത്? ഇത് കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ്. പഴയൊരു കറണ്ട് അഫെയർ ആണ് അല്ലേ. ഈയിടെ ഏത് രാജ്യമാണ് ലിംഗസമത്വ നിലപാടുകളുടെ ഭാഗമായിട്ട് ദേശീയ ഗാനത്തിലെ ആൺമക്കൾ എന്ന വാക്ക് മാറ്റിയിട്ട് നമ്മൾ എന്നാക്കി മാറ്റിയത്? ഇതിൻ്റെ ആൻസർ കാനഡയാണ്. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചത് ആരാണ്? അപ്പോൾ 1857 വിപ്ലവം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പ്രദേശത്തും ഓരോ ആൾക്കാരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ അവരെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ലക്നൌവിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? അപ്പോൾ ഒരാൾക്ക് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറാകാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? 35 വയസ്സാണ് ഗവർണറുടെ പ്രായപരിധി എന്ന് പറയുന്നത്, കുറഞ്ഞ പ്രായപരിധി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ചത് ഏത് വർഷം മുതലാണ്? ഇതിൻ്റെ ആൻസർ 1947 മുതൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ട്. അടുത്ത ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ, വ്യാഴമാണ്. അടുത്ത ചോദ്യം, ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഐസക് ന്യൂട്ടൻ. അടുത്ത ചോദ്യം, സൗര സ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? തരംഗദൈർഘ്യം കൂടിയ വർണ്ണമേത്? തരംഗദൈർഘ്യം കൂടുതൽ ഏതിനാണ്? ചുവപ്പിനാണ്. അടുത്ത ചോദ്യം, അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. അടുത്ത ചോദ്യം, ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണം. വളരെ എളുപ്പമാണ് അല്ലേ. നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമേത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്സിജനാണ് ആൻസർ. അടുത്ത ചോദ്യം, ചലനം മൂലം ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ചലനം കൊണ്ട് ഒരു വസ്തുവിന് ലഭ്യമാകുന്ന ഊർജം അറിയപ്പെടുന്നത് ഗതികോർജം എന്നാണ്. അടുത്ത ചോദ്യം, താപത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? താപത്തിൻ്റെ യൂണിറ്റ് ആണ് ജൂൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏത്? ശബ്ദത്തിൻ്റെ ഉച്ചത അളക്കുന്നത് ഡെസിബൽ മീറ്ററിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബേക്കലൈറ്റ്.
അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല ഏത്? മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കല അറിയപ്പെടുന്നതാണ്. ഈ ഒരു ചോദ്യം ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏത്? ടൈഫോയിഡിന് കാരണമായ രോഗകാരി ഏതാണ്? ബാക്ടീരിയയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം. കേരള വന നിയമം നിലവിൽ വരുന്നത് 1961. അടുത്ത ചോദ്യം, മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏത്? മീനമാത ദുരന്തത്തിന് കാരണമായ രാസവസ്തു ഏതാണ്? ഇതിൻ്റെ ആൻസർ മീഥൈൽ മെർക്കുറിയാണ്. അടുത്ത ചോദ്യം, ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ എന്താണ്? ഫൈക്കോളജിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ഇതൊരു പഴയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? വീണ ജോർജ് ആണ് അല്ലേ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് കേരളത്തിലാണുള്ളത്. അത് എവിടെയാണ്? അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റാണ് തെന്മല എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര പയറു വർഷമായി ആചരിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര പയറു വർഷമായിട്ട് ആചരിച്ചത് 2016. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. നമ്മളിന്നൊരു 50ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നുള്ളത് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.